ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പത്മാവതി ഋതികയോടും രാജുവിനോടും പറഞ്ഞു, ഇന്നത്തോടെ നിങ്ങളുടെ പിണക്കങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചോണം. അങ്ങനെ രാജു ഋതികയുടെ അവളുടെ കൈകളിൽ മുത്തം കൊടുത്തിട്ട് രാജു സങ്കടത്തോടെ പറയും, ഋതു, ഞാൻ നിരപരാധിയാ, നീ എന്നെ സംശയിക്കല്ലേ. ആ നന്ദനെ എന്നോടൊപ്പം കോളേജിൽ പഠിച്ചതാ. എന്തുകൊണ്ടാണ് രാജു ഞാൻ ചോദിച്ചപ്പോഴത് പറയാഞ്ഞത്? നീ സംശയിക്കുമെന്ന് ഞാനും സംശയിച്ചു പോയി. അതാ എനിക്ക് പറയാൻ തോന്നാഞ്ഞത്. അന്ന് ഞാനത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ആ നന്ദന എൻ്റെ ബാച്ചല്ലായിരുന്നു, ജൂനിയറായിരുന്നു. എന്നോട് പ്രേമമാണെന്നും പറഞ്ഞ് അവൾ എൻ്റെ പുറകെ നടന്നെന്നെ ശല്യപ്പെടുത്തി. അവളുടെ ശല്യം കൂടിയപ്പോൾ അവളുടെ ചെവിക്കരണം അടിച്ച് ഞാൻ പുകച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി മേലിൽ എൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയാലുണ്ടല്ലോ, ഇതല്ല ഇതിനപ്പുറവും നിനക്ക് കിട്ടും. അവൾ അതിൻ്റെ പ്രതികാരം ഋതു എന്നോട് തീർക്കുന്നത്. സത്യം ഋതു ഞാൻ ഈ പറയുന്നത്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഋതു പ്ലീസ്, എന്നെ അവിശ്വസിക്കല്ലേ നീ. രാജു പറഞ്ഞതെല്ലാം കേട്ടിട്ടും ഋതിക പറയാം, ഞാനിത് വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ കോളേജിൽ ഇങ്ങനെയൊക്കെ നടന്നത് എന്തുകൊണ്ട് രാജു എന്നോട് നേരത്തെ പറഞ്ഞില്ല? അതെനിക്ക് പറ്റിയ തെറ്റായിപ്പോയി ഋതു. ചെറിയമ്മയോട് ഞാൻ ആദ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. ചെറിയമ്മയോട് പറഞ്ഞ സത്യം എന്തുകൊണ്ട് രാജു എന്നോട് പറഞ്ഞില്ല? ഇല്ല രാജു, ഞാൻ വിശ്വസിക്കില്ല. എന്നെ വിശ്വസിപ്പിക്കാൻ രാജു ശ്രമിക്കുകയും വേണ്ട. ഇത് തന്നല്ലേടി ഋതു നിന്റെ അച്ഛൻ പ്രതാപൻ പറയുന്നതും. അവൻ ആര് പറയുന്നതും വിശ്വസിക്കത്തില്ല. അംബിക പറയുന്നത് മാത്രമേ അവൻ വിശ്വസിക്കത്തുള്ളൂ. അങ്ങനെ ഋതിക പ്രതാപൻ്റെ മോള് തന്നാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് അവൾ അവിടെ എണീറ്റങ്ങ് പോവുക. പാവൻ രാജു ഇങ്ങനെ സങ്കടത്തോടെ അവിടെ ഇരിക്കുക. രാധമ്മയാണെങ്കിൽ വേണുവേട്ടനോട് ദേഷ്യപ്പെടുന്നുണ്ട്. വീട്ടിൽ കയറി വരുന്ന കൊച്ചിനെ വെറുതെ ഒച്ചയിട്ട് ഓടിച്ചു വിട്ടു. അവനൊരു മനസമാധാനം ഇല്ലാതെയാ പോയത്. അവനെവിടെ പോയോ എന്തോ. എടി രാധേ, നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ. അവർ തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് അവർ തന്നെ അങ്ങ് പരിഹരിച്ചോളൂ. വേണുവേട്ട, ആ പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിലേ അവർ രണ്ടുപേരോട് ഇപ്പോൾ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നോ? ഇതിപ്പം രാജു ഒറ്റയ്ക്കല്ലേ വന്ന്, മോള് വന്നില്ലല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിന് നല്ല മനസമാധാനം കൊടുക്കണേ. പ്രിയ അകത്തൂന്ന് ഇങ്ങോട്ട് വരിക. വേണുവേട്ട, ദണ്ട് ഇവളെ നോക്കിക്കേ, ഇവൾ ഒറ്റ ഒരുത്തിയാ എൻ്റെ കുഞ്ഞിനെ ഓടിച്ചു വിട്ടത്. അവനൊരല്പം മനസമാധാനം തേടിയാ ഇങ്ങോട്ട് വന്ന്. അന്നേരം ദണ്ട് ഇവൾ അവൻ്റെ മനസ്സിലോട്ട് തീ കോരിയിട്ട് കൊടുത്ത്. എൻ്റെ മോനങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. എന്താമ്മ ഇങ്ങനെ പറയുന്നത്? അവനങ്ങനെ ഇറങ്ങി പോവാന്ന് വിചാരിച്ചാണോ അമ്മ ഞാൻ അങ്ങനെ ചോദിച്ചത്? എനിക്ക് അവനോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അവൻ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പല്ലേ. ഞാൻ രാജുവിനോടും ശ്രീലക്ഷ്മിയോടും എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കുന്നത് അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടാണെന്നാണോ അമ്മ വിചാരിച്ചിരിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കാൻ പറ്റുമോ അമ്മേ? മോളെ, നീ വിഷമിക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. അമ്മയുടെ സങ്കടം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ പിണക്കമൊക്കെ മാറാൻ. അപ്പോൾ വേണുവേട്ടൻ്റെ വീട്ടിലോട്ടൊരു കാർ വന്ന് നിൽക്കുന്നു. ആരായിരിക്കും ഈ സമയത്ത്? നോക്കുമ്പോൾ യാമിനി ഇറങ്ങി വരുന്നത്. യാമിനി വരുന്നത് കണ്ടിട്ട് പ്രിയ പറയാം, അയ്യോ അത് യാമിനി മേഡം ആണല്ലോ. അതോടെ കണ്ടപ്പോഴേ രാധമ്മയ്ക്ക് പേടിയ. അയ്യോ എന്തോ കുഴപ്പമുണ്ടല്ലോ വേണുവേട്ടാ. യാമിനിയാണെങ്കിൽ വലിയ സന്തോഷത്തോടെ കയ്യിൽ 3-4 കവറുകൾ സാധനങ്ങളും ഒക്കെ ഉണ്ട്. എന്നിട്ട് ചിരിച്ചോണ്ട് വന്ന് പറയുന്നു, ഓർക്കാപ്പുറത്ത് എന്നെ ആരും അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ലേ? രാധമ്മ പറയും, എങ്ങനെ പ്രതീക്ഷിക്കാൻ? ആ വീട്ടിൽ എല്ലാവരെക്കാളും കൂടുതൽ തിരക്കുള്ളത് യാമിനി മേഡത്തിനല്ലേ. എന്ത് തിരക്കാ രാധമ്മ? അടുക്കളപ്പണി, അടുക്കള മേൽനോട്ടം, അത്രയേ ഉള്ളു. പ്രിയ ഒരർത്ഥം വെച്ച് പറയുവാൻ, ആ വീട്ടിൽ അടുക്കളക്കാരികൾ വാഴില്ല ഇല്ലേ? ഇല്ല മോളെ. വേണുവേട്ടൻ പറയും, അമ്പിയുടെ മകൻ ദീപ കൊള്ളെടുത്ത് ഏത് വേലക്കാരികൾ അവിടെ നിൽക്കാനാ? യാമിനി ചോദിക്കും, അല്ല ഞാനിങ്ങോട്ട് അപ്രതീക്ഷിതമായിട്ട് വന്നത് എന്തിനാണെന്ന് നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ. അയ്യോ, മേഡം ഇങ്ങോട്ട് വന്നത് തന്നെ വലിയ സന്തോഷമല്ലേ, പിന്നെ എന്തിനാ ചോദിക്കുന്നേ? ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്നത് മുഴുക്ക സ്വീറ്റ്സാണ്. ഞാൻ ഈ സ്വീറ്റ്സും കൊണ്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു സന്തോഷ വാർത്ത പറയാനായിരിക്കുമല്ലോ. ഋതുമോളാണ് ഇത് കൊണ്ടുവന്ന് തരേണ്ടത്. ഋതുമോക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ ദൗത്യം അങ്ങ് ഏറ്റെടുത്തന്നേ ഉള്ളൂ. എന്തായിരിക്കും കാര്യമെന്ന് എല്ലാവരും ഇങ്ങനെ ആലോചിക്കുക. യാമിനി ചോദിക്കുക, ഇപ്പോഴും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായില്ലേ? ദൈവമേ, നിങ്ങൾ ഇത്രയ്ക്കും പാവങ്ങളാണോ? പക്ഷേ പെട്ടെന്ന് പ്രിയയ്ക്ക് കത്തി. പ്രിയ സന്തോഷത്തോടെ ചോദിക്കുക, ഋതുമോക്ക് വിശേഷമുണ്ടില്ലേ? ആ അതെ, കണ്ടോ, പ്രിയയ്ക്ക് കാര്യം മനസ്സിലായി. എൻ്റെ വേണുവേട്ട, രാധമ്മേ, നിങ്ങൾ രണ്ടുപേരും വീണ്ടും അച്ഛമ്മയും അപ്പൂപ്പനും ആകാൻ പോവുകയാണെന്ന്. രാധമ്മ സന്തോഷം കൊണ്ടുകൊണ്ട് കരയോ. എൻ്റെ പുന്നക്കീഴിലമ്മേ, അമ്മയ്ക്ക് 1000 നന്ദി എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. വേണുവേട്ടൻ ചോദിക്കുന്നുണ്ട്, മേഡം മോക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ? ഇല്ല വേണുവേട്ട, കാര്യം 2 റൂമുകളിലാണ് അച്ഛനും അമ്മയും താമസിക്കുന്നെങ്കിലും അവരൊക്കെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അല്ലേ യാമിനി മേഡം, രാജുവും ഋതുമോളും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയോ? ഇതൊക്കെ മാറും രാധമ്മേ. രണ്ടുപേരും ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക. അയ്യോ എൻ്റെ ദൈവമേ, മേഡം അകത്തോട്ട് വാ എന്നും പറഞ്ഞ് തീർത്തി പിടിച്ച് രാധമ്മ യാമിനിയെ റൂമിനകത്തോട്ട് കൊണ്ടുപോവാണ്. ഋതികയെ പരിശോധിച്ചെന്ന ഡോക്ടർ കാറിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോഴവിടുത്തെ ഒരു സിസ്റ്റർ വിളിച്ചിട്ട്, സോറി ഡോക്ടർ, ഒരു വലിയ മിസ്റ്റേക്ക് നടന്നു. ലാബിൽ പറ്റിയ മിസ്റ്റേക്കാണ്. ഡോക്ടർ എന്നോട് ദേഷ്യപ്പെടരുത്.
എന്ത് മിസ്റ്റേക്കാ സിസ്റ്ററെ നടന്നത്? അത് ലാബ് റിപ്പോർട്ടുകൾ പരസ്പരം ഒന്ന് മാറിപ്പോയി. താൻ എന്തൊക്കെയാ പറയുന്നത്? റിസൾട്ട് മാറിപ്പോയെന്നോ? അതെ ഡോക്ടർ, ഡോക്ടറെ ഫ്രണ്ട് ഋതികയുടെ റിസൾട്ടാണ് മാറിപ്പോയത്. ഋതികയുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. അവൾ ഗർഭിണിയല്ലെന്നോ? താൻ എന്തൊക്കെയോടെ പറയുന്നത്? എത്ര കെയർലെസ് ആയിട്ട് ആ ലാബിലിരിക്കുന്നവർ വർക്ക് ചെയ്യുന്നേ? ഞാൻ ഇപ്പം തന്നെ മാനേജ്മെൻറ്റിന് കംപ്ലൈൻറ്റ് ചെയ്യും. ഇത്തരം ഉത്തരവാദിത്ത ബോധമില്ലാത്തവരാണോ അവിടെ വർക്ക് ചെയ്യുന്നത്? ഇതിനി പബ്ലിക്കോ മീഡിയയോ അറിഞ്ഞാൽ ഹോസ്പിറ്റൽ പൂട്ടേണ്ടി വരും. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായോ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ഡോക്ടർ ഫോൺ കട്ട് ചെയ്യുവാണ്. ദൈവമേ, റിസൾട്ട് തെറ്റിപ്പോയതാണെന്ന് ഋതിയോട് ഞാനിനി എങ്ങനെ പറയും? ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാനുള്ള സന്തോഷത്തിലിരിക്കുവല്ലേ അവള്. ഓ മൈ ഗോഡ്, ഞാൻ എങ്ങനെ ഇത് പറയും? അമ്പിയതാണ്ട കപ്പൽ മറിഞ്ഞ കപ്പിത്താനിരിക്കുന്ന പോലെ ഇരിക്കുക. ദീപക്ക് അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വരുക. അമ്മേന്ന് ദീപക്കൊന്ന് വിളിച്ചതും അമ്പിയെ അങ്ങ് ഞെട്ടി പേടിച്ചിട്ട്, നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ യൂസ്ലെസ്സേ. നീ എന്താടാ ഈ കാണിച്ചത്? എനിക്കിപ്പോൾ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായാനല്ലോ. അയ്യോ എൻ്റെ അമ്മേ, അമ്മയുടെ ഹൃദയം ഒന്നാന്തര ഉരുക്കല്ലേ, അതങ്ങനെ ഒന്നും പൊട്ടില്ല. അമ്മ ഇപ്പം എന്താ ആലോചിച്ചുകൊണ്ടിരുന്നെന്ന് ഞാൻ പറയട്ടെ? എടാ, കുറേ നാളുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് നിനക്കത് ഈസിയായിട്ട് പറയാനും കഴിയും. ഗർഭിണിയായ ഋതിക ഒരു രാജകുമാരിയെപ്പോലെ ഇവിടെ കിടന്ന് വിലസുക. അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോഴേ ആ പ്രതാപ് വർമ്മയ്ക്ക് അവളോടുള്ള ദേഷ്യം പകുതിയായിട്ട് കുറയുകയും ചെയ്തു. ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ അത് വളരെ ഡേഞ്ചറാമേ. അതുകൊണ്ട് നമുക്ക് ഋതികയ്ക്കിട്ട് നല്ല ഉഗ്രനൊരു പണി കൊടുക്കണം. അവക്കിട്ട് ഏത് പണി കൊടുക്കണം എന്നല്ലേ അമ്മ ആലോചിച്ചുകൊണ്ടിരുന്നത്? നീ പറഞ്ഞത് അത്രയും വളരെ വളരെ ശരിയാണ്. അവളെയോ അവിടെ അമ്മയും ഇവിടെ വാഴാൻ അനുവദിച്ചുകൂടാ. ആ ഋതികയെ പ്രതാപൻ സ്നേഹിക്കാനും പാടില്ല. അമ്മയെന്ന് വെച്ചാലേ പ്രതാപനൊരു ദൈവമായിരുന്നു. അവൻ്റെ ആ ഒരു വീക്ക്നെസ്സാണ് ഞാൻ ഇതുവരെ മുതലെടുത്തത്. ഞാൻ അവനെ ഇങ്ങനെ മോനെ മോനെ എന്നിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ അമ്മയുടെ പ്രതിരൂപമാണെന്ന് അവനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. എന്നിട്ടിടാ ദീപക്കെ, എനിക്ക് നിന്നോട് പോലും ഇല്ലാത്ത വാത്സല്യം അവനോടാണെന്ന് ഞാൻ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ അവനൊരു വിഡ്ഢി കുരങ്ങനെ പോലെ എൻ്റെ കയ്യിലെ കയറിൽ കിടന്നിങ്ങനെ വട്ടം കറങ്ങും. എൻ്റെ കയ്യിലെ പിടി പൊട്ടിച്ച് അവൻ മറ്റാരോടും അടുക്കാൻ പാടില്ല. അങ്ങനെ അവൻ ആരോടെങ്കിലും അടുത്താൽ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ തെറ്റും. ഗർഭിണിയായ ഒരു മകളോട് ഏതൊരച്ഛനും വാത്സല്യം തോന്നുന്നതൊക്കെ സ്വാഭാവികമാണ്. പ്രതാപനിപ്പോൾ അവളോട് ആ വാത്സല്യം തോന്നി തുടങ്ങി. ബുദ്ധിപരമായിട്ട് അതില്ലാതാക്കണം. അതിനമ്മ എന്തെങ്കിലും പരിപാടി കണ്ടിട്ടുണ്ടോ? അംബിക അഹങ്കാരത്തോടെ ചിരിച്ചിട്ട് പറയാം, അംബിക വർമ്മയ്ക്കാണോടാ ഐഡിയയ്ക്ക് പഞ്ഞം. ദുര്യോധനനെ കൊല്ലാൻ ഭീമൻ ജനിച്ചു. കർണനെ കൊല്ലാനാണെങ്കിലോ അർജുനനും, കംസനെ കൊല്ലാനാണെങ്കിലോ ഭഗവാൻ ശ്രീകൃഷ്ണനും. ഇതൊക്കെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. ഇവരൊക്കെ തമ്മിൽ ഞാനുമായിട്ട് അജഗജാന്തരം വ്യത്യാസമുണ്ട്. എന്നാലും സത്യം സത്യമല്ലാതാകില്ലല്ലോ. ആ ഋതിക എന്ന നശിച്ചവളെ തീർക്കാതെ ഇനി ഈ അംബികാവർമ്മയ്ക്ക് വിശ്രമമില്ല. ബുദ്ധിപരമായിട്ട് അവളെ തീർക്കണം. ആദ്യം ചെയ്യേണ്ടത് മാനസികമായിട്ട്. പിന്നെ എങ്ങനെ തീർക്കണമെന്ന് ഈ അംബികയ്ക്കറിയാം. അംബിക ഋതികയോട് പറയാം, സത്യത്തിൽ അവൻ എൻ്റെ മകനായിട്ട് ജനിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമായി എനിക്കവന്. എന്താ മോളെ, ഇത് കേട്ടിട്ട് മോക്കൊന്നും പറയാനില്ലേ? ഞാനെന്തു പറയാന് മോളെ? ഞാൻ പറഞ്ഞത് രാജുവിനെ കുറിച്ചാ. ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് നാണം കെട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുക, മോള് രാജുവിനോടുള്ള പിണക്കം അവസാനിപ്പിക്കണം. അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? എനിക്ക് ഈ കാര്യത്തിലൊരു പരിഹാരം കണ്ടേ പറ്റൂ. മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ നിന്റെ ഈ വിഷമവും നിന്റെ ഭർത്താവിനോടുള്ള നിന്റെ പിണക്കവും കാണാനൊന്നും അല്ല. മകളും അച്ഛനും തമ്മിലുള്ള പിണക്കം മറുവശത്ത്. ഇതെല്ലാം കൂടെ കണ്ട് പിരിമുറുകി ജീവിക്കാനൊന്നും എനിക്ക് വയ്യ മോളെ. അതുകൊണ്ട് എൻ്റെ മോള് രാജുവിനോടുള്ള തെറ്റിദ്ധാരണ മാറ്റണം. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഋതിയ പറയുന്നുണ്ട് ശരിയമ്മേ. മോളെ, ഇക്കാലത്ത് ഇത്രയും നല്ല ഒരു ചെറുപ്പക്കാരനെ ആർക്കെങ്കിലും ഭർത്താവായിട്ട് കിട്ടുമോ? ആ രാധമ്മയും വേണുവേട്ടനും കൂടി എത്ര നന്നായിട്ട് അവനെ വളർത്തിയത്. അപ്പോൾ ഡോറ് തുറന്ന് രാജു അങ്ങോട്ട് വരുന്നുണ്ട്. പത്മ പറയാം, താണ്ട പറഞ്ഞു തീർന്നില്ലല്ലോ മോളെ, നിന്റെ രാജു വന്ന ഭർത്താവ് സാറ് വന്നല്ലോ. ഋതിയയ്ക്ക് കൊടുക്കാനാണെന്ന് തോന്നുന്നു ഒരു കവർ നിറച്ച ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടാണ് രാജു വരുന്നത്. എന്നെക്കുറിച്ചാണോ ഇപ്പോൾ ഇവിടെ നടന്ന സംസാരം എന്ന് രാജു ചോദിക്കുകയും ചെയ്യുന്നു. നിന്നെക്കുറിച്ച് തന്നെ, നിന്റെ കൊള്ളരുതായ്മകളെക്കുറിച്ച് ഞാനും നിന്റെ സഹധർമ്മിണിയും ചേർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മ എന്നെ തെറ്റിദ്ധരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എടാ മോനെ, നിന്റെ ഭാര്യ നിന്നെ തെറ്റിദ്ധരിച്ചിട്ടൊന്നും ഇല്ല. ചില പിണക്കങ്ങൾ സ്നേഹക്കൂടുതലുകൊണ്ടുണ്ടാകുന്ന അതൊക്കെ എൻ്റെ മോൻ തിരിച്ചറിയണം. ഞാൻ അതൊക്കെ തിരിച്ചറിയുന്നുണ്ടമ്മേ. ഞാൻ എൻ്റെ ഋതുവിനെ ഇതുവരെ ചതിച്ചിട്ടില്ല. എൻ്റെ മനസാക്ഷി എനിക്കല്ലേ അറിയൂ. അതുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ലമ്മേ. അയ്യോ മോനെ, ഫ്രൂട്ട്സ് ഇവിടെ ഒരുപാട് ഇരിപ്പുണ്ടല്ലോ. പിന്നെ എന്തിനാ മോൻ ഇത്രയൊക്കെ വാങ്ങിച്ചത്? അമ്മേ, പ്രഗ്നൻ്റായ പെൺകുട്ടികൾ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കണം. വാഴപ്പഴം, മാമ്പഴം, മുന്തിരി, പാല്, പഞ്ചാമൃതം. ആഹാ, കൊള്ളാമല്ലോടാ. ഇതിനു മുമ്പ് നീ എത്ര സ്ത്രീകളുടെ ആഹാര രീതികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഒരു നാണത്തോടെ രാജു പറ, ഞാനിതൊക്കെ നെറ്റിൽ നോക്കി പഠിച്ചെടുത്തതാ.
അമ്മേ, അതിൽ ഞാൻ കുങ്കുമപ്പൂര വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ ഋതുവിനോട് പറയണം എന്നോടുള്ള പിണക്കം മാറുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്ന ചില നിബന്ധനകൾ ഋതു പാലിച്ചേ പറ്റൂ. ചേടാ, അത് നീ എൻ്റെ മുഖത്ത് നോക്കി എന്തിനാ പറയുന്നേ? അവിടെ മുഖത്ത് നോക്കി തന്നെ അങ്ങ് ചോദിക്കേ. അവളല്ലേ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്. ഞാൻ പറയുന്നതൊക്കെ ഋതു കേൾക്കുവോ ഇല്ലയോ? പരിഭവം വിട്ടിട്ടില്ലെങ്കിലും ഋതിയ ആ കേൾക്കാം, എന്നാൽ ഡെലിവറി വരെ എൻ്റെ ശ്രദ്ധയുണ്ടായിരിക്കും. പത്മ പറയാം, അല്ലെങ്കിലും ഭാര്യയുടെ കാര്യത്തിലേ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത് ഭർത്താവിന് തന്നെ ആയിരിക്കും. അമ്മേ, സത്യം പറഞ്ഞാൽ ഭാര്യയുടെ പ്രസവവേദനയേക്കാൾ ഭയങ്കരമായിരിക്കും ഭർത്താവിൻ്റെ ടെൻഷൻ. ആഹാ, അത് കൊള്ളാമല്ലോ. ഇവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴേ നിനക്ക് ഇത്രയും ടെൻഷനോ? അങ്ങനെയാണെങ്കിൽ ഋതുമോൾ ലേബർ റൂമിലോട്ട് കയറുമ്പോൾ നീ പുറത്ത് വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കുമല്ലോ. രാജു നാണത്തോടെ ചിരിച്ചോണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. കണ്ടോ മോളെ, ഇങ്ങനൊരു ശുദ്ധഗതിക്കാരനെ നീ വെറുതെ സംശയിക്കുന്നത്. അപ്പോൾ ഋതികയുടെ ഫോണിലോട്ട് ഡോക്ടറെ ഫോൺ കോൾ വരുക. അമ്മേ, ഡോക്ടറാ. ഋതികെ പറ ചേച്ചി. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ രാജുവിൻ്റെ കൺട്രോൾ തുടങ്ങി. ഇനി ചേച്ചിയുടെ കൂടെ ആയിക്കോട്ടെ. ഐ ആം സോറി ഋതികെ, ഞാൻ പറയുന്നത് കേട്ട് താൻ വിഷമിക്കരുത്. ഐ ആം എക്സ്ട്രീംലി സോറി. എന്താ ചേച്ചി? ചേച്ചി കാര്യം പറ. ഋതികെ, ഒരു മിസ്റ്റേക്ക് പറ്റി. ഒരേ സമയത്ത് 2 റിസൾട്ട് കൊണ്ടുവന്നപ്പോൾ പറ്റിയ മിസ്റ്റേക്കാ. വിഷമത്തോടെയാണ് ഡോക്ടർ പറയുന്നത്. ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒന്ന് മാറിപ്പോയി. അത് കേട്ടതും ഷോക്കേറ്റതുപോലെ ഋതിക അങ്ങ് എഴുന്നേറ്റ്. ഡോക്ടർ എന്താ പറയുന്നത്? റിസൾട്ട് മാറിപ്പോയെന്നോ? ആ സമയത്ത് എൻ്റെ അമ്പികയുടെ മകൻ ആ കതകിൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. ചേച്ചി എന്തായി പറയുന്നത്? മോളെ, ശരിക്കും റിസൾട്ട് മാറിപ്പോയത് മറ്റൊരു കുട്ടിക്കാണ്. നീ ഗർഭിണിയല്ല ഋതിക. ഡോക്ടർ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ഋതിക ആകെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുവാണ്. അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാനായിട്ടാണെങ്കിൽ ദീപക് ആകാംക്ഷയോടിങ്ങനെ നിൽക്കുവാണ്. എല്ലാം തകർന്നതുപോലെ ഋതിക സങ്കടത്തോടെ ഇങ്ങനെ കട്ടിലിരിക്കുക. എന്താ ഉണ്ടായെന്നറിയാതെ പത്മാവതി ഇങ്ങനെ വിഷമത്തോടെ, മോളെ എന്താ ഉണ്ടായത്? മോൾ അമ്മയോട് കാര്യം പറ. അമ്മേ, ഡോക്ടർക്ക് മിസ്റ്റേക്ക് പറ്റിയതാ. എൻ്റെ റിസൾട്ട് നെഗറ്റീവാ. വേണ്ടേ, കിട്ടേണ്ടത് കിട്ടി ദീപക്കിന്. അവൻ്റെ മുഖത്തെ ഒരു സന്തോഷം. ഞാൻ ഗർഭിണിയല്ല, എനിക്ക് പ്രഗ്നൻസി ഇല്ലമ്മേ എന്നും പറഞ്ഞ് ഋതിക കരയുക. അയ്യോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് പത്മയെ സങ്കടത്തോടെ. ദീപക്കാണെ സന്തോഷത്തിന് നിൽക്കുക. ഇപ്പം വെച്ച് പിടിച്ചവൻ ഓടും അമ്പികയോട് പറയാൻ. എൻ്റെ അമ്മ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ന്യൂസാണല്ലോ, അതുകൊണ്ട് ഇപ്പം തന്നെ കൊടുത്തേക്കാം. അവൻ വെച്ച് പിടിച്ച് ഓടുക. എൻ്റെ പൊന്നുമോള് വിഷമിക്കാതെ, ദൈവത്തിൻ്റെ തീരുമാനം ആയിട്ടില്ലെന്നേ ഉള്ളു. അങ്ങനെ അംബികയെ മോന് സന്തോഷത്തിൽ ആറാടുക. അംബിക പറയാം, അത് കലക്കിയടാ മോനെ. ഇത് വെച്ചിട്ടാ അംബികയുടെ ഇനി പുതിയ ആയുധം. എൻ്റെ ദൈവമേ, ഓരോന്ന് തീരുമ്പം പുതിയ ഐഡിയകൾ എനിക്ക് ഇങ്ങോട്ട് തരുവാണല്ലോ. അപ്പോൾ കൃത്യസമയത്ത് അതൊക്കെ എത്തിച്ചു തരാനായിട്ട് എൻ്റെ പൊന്നുമോൻ ദീപക്കും ഉണ്ട്. നീ ഇങ്ങോട്ട് വാടാ ചക്കരെ എന്നും പറഞ്ഞ് ദീപക്കനെ വിളിച്ചോണ്ട് അംബിക അകത്തോട്ട് വരിക. പ്രതാപൻ ആർക്കോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഗുരുതരമായ കുറ്റമാണ്. നമ്മുടെ പ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് അങ്ങനെ ഒറ്റുന്നത് ശരിയാണോ? എന്തായാലും നടപടി എടുത്തേ പറ്റൂ. അതാണ്ട് അംബിക കഥവും തുറന്ന് മോനുമായിട്ട് അങ്ങോട്ട് വരിക. ചേച്ചി വാ. വളരെ സന്തോഷത്തോടെ ദീപക്കനെ വിളിച്ചോണ്ട് അംബിക പ്രതാപൻ്റെ അടുത്തോട്ട് ചെല്ലുക. എന്താ ചേച്ചി? അത് മോനെ, നമ്മൾ നടത്താൻ പോകുന്ന ചടങ്ങുകളെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ വേണ്ടി വന്നതാ ഇങ്ങോട്ട്. അല്ല, ഋതുമോൾക്ക് വേണ്ടി നടത്തേണ്ട ചടങ്ങിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ അത്രയ്ക്ക് വലിയ ആഘോഷമായിട്ട് നടത്തണോ ചേച്ചി? അതൊക്കെ വേണം മോനെ. പത്മയെ നീ ഉപേക്ഷിച്ചെങ്കിൽ ഋതുമോളെ മഹാദേവവർമ്മ സാറിൻ്റെ കൊച്ചുമോളാ. സരസ്വതി വർമ്മയുടെ പേരക്കുട്ടിയ. അതിലുപരി സൂര്യമംഗലം രാജകൊട്ടാരത്തിലെ രാജകുമാരിയാ. എൻ്റെ ദൈവമേ, പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മയുടെ ഒരു തള്ളു കണ്ടോ? എൻ്റെ അമ്മ ഒരു അത്ഭുത അവതാരം തന്നെയാണ്. പ്രതാപൻ ചോദിക്കോ, സൂര്യമംഗലം രാജവംശമോ? രാജാവും പ്രജയൊക്കെ അങ്ങ് 18-ാം നൂറ്റാണ്ടിലല്ലേ ചേച്ചി? ഇതിപ്പോൾ ജനാധിപത്യ രാഷ്ട്രവാ. അതൊക്കെ ആയിക്കോട്ടെടാ മോനെ. നമ്മുടെ ഋതുമോള് സൂര്യമംഗലത്തെ രാജകുമാരി തന്നെയാ. രാജാവും പ്രജകളും കുതിരവണ്ടികളും പല്ലക്കും ചുമടുതാങ്ങികളും ഒക്കെ പോയെങ്കിലും തറവാട്ടുകാരെല്ലാവരും അവളെ കാണുന്നത് രാജകുമാരിയായിട്ട് തന്നെയാ. അതുകൊണ്ട് ചടങ്ങുകളെല്ലാം വളരെ ആഘോഷമായിട്ട് തന്നെ നടത്തണം. ചേച്ചി, ഇത്തരം ആഘോഷങ്ങളൊക്കെ അനാവശ്യമാണ്. പെൺകുട്ടികൾ വയസ്സറിയിച്ചാൽ അതിനൊരാഘോഷം. ഗർഭിണിയായാൽ ഉത്സവം, പുലകുളി, അടിയന്തരം, ഇതൊക്കെ എന്നേ അവസാനിപ്പിച്ചതാ. നവോത്ഥാന നായകന്മാരുടെ ആത്മാവ് പോലും പൊറുക്കില്ല. ഇതൊക്കെ കേട്ട് മോനെ പ്രതാപ, മരിച്ചുപോയ നായകന്മാരാരും ഇതൊന്നും അറിയുന്നില്ലല്ലോ. സൂര്യമംഗലം കോവിലകത്തെ അടുത്ത അവകാശിക്ക് ജന്മം കൊടുക്കുന്ന കുട്ടിയാണ് ഋതിക. ആ കോവിലകത്തെ പല തായ്വഴികളിലും പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ ചോദിച്ചാൽ പിന്നെ നമുക്ക് ഉത്തരവില്ലാതാകും. അത് മാത്രമല്ലല്ലോ മോനെ, നീ സൂര്യമംഗലത്തെ മരുമകനല്ലേ? ഋതിക പ്രഗ്നൻ്റ് അല്ലെന്ന് അറിഞ്ഞപ്പോൾ ആ അംബിക പിശാച് നടത്തുന്ന നാടകം കണ്ടോ? ഋതികയാണെങ്കിൽ ഈ സമയത്ത് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക. ഈ അച്ഛനോട് ഞാനിത് എങ്ങനെ പറയും? ഇതറിയുമ്പോൾ അച്ഛൻ പൊട്ടിത്തെറിക്കുമല്ലോ.
ആ ഡോക്ടറോട് പോയി ചൂടാകുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ദൈവത്തിൻ്റെ ചതിയോ അതോ ദൈവം ഋതിയെ രക്ഷിക്കുവാണോ എന്നറിയില്ല. ഋതികയുടെ റിസൾട്ട് ഒരു പക്ഷേ സത്യമായിരിക്കും. അംബിക ഋതികയുടെ കുഞ്ഞിനെ നശിപ്പിക്കുമല്ലോ. അംബിക ആ കുഞ്ഞിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണോ ദൈവം ഇങ്ങനൊരു കളി കളിച്ചത് എന്നോ അറിയില്ല. ഇനി എന്തായിരിക്കും അംബിക ഇത് വെച്ചിട്ട് ആ പ്രതാപനെ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാവോ അങ്ങനെ ചെയ്യും. ഒരു പക്ഷേ ഈ വിവരങ്ങൾ പ്രതാപനിൽ നിന്ന് മറച്ചു വെച്ചാൽ ഋതിക അംബിക മുൾമനയെ നിർത്തി എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യിക്കുകയും ചെയ്യും. എന്തായാലും ഋതിക ഇതിനെ എങ്ങനെ എടുക്കും? ഋതികയുടെ തീരുമാനം എന്തായിരിക്കും? അവർ വീണ്ടും ഇനി ഏതെങ്കിലും ഡോക്ടറെ കണ്ടുപോയി പരിശോധിക്കുമോ എന്നൊക്കെയുള്ള അറിയാനായി നാളത്തെ റിവ്യൂ നമുക്ക് കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.